ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു അപ്പത്തിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. പാലപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തേങ്ങയുടെ പകുതി ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടരിൻ്റെ ചോറാണ്, നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് പുതിയതാവാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒരുപാട് കൂടി പോവാതെ അരച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ വേണം കേട്ടോ, ഈ ഒരു കട്ടിയിൽ ഇത് അരച്ചെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. റേഷൻ കടയിൽ നിന്നുള്ള പച്ചരി വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും ചോറും കൂടെ ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൽ നിന്നും 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ആ കട്ടകളൊക്കെ നല്ലോണം പോയി കിട്ടും. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടുള്ളത്. 3 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ആ തേങ്ങയും ചോറും കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതും. അങ്ങനെ 3.5 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഞാനിതെല്ലാം ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7-8 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇത്രയും അളവിൽ ഇത് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് നല്ല കട്ടി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നൊന്നുമില്ല, ഇത് നല്ല കറക്റ്റ് അളവിലാണ്. പിന്നെ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൽ മാറ്റം വരും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് കട്ടി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ തവിയായ കാരണം 1.5 തവി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ പാലപ്പമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഒരു യെല്ലോ കളറാവുന്ന സമയത്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഓരോ തവണ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴും പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ കുമിളകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കുറച്ച് സമയം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പത്തിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയ പോലെ ഉണ്ടാവും. നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നീർദോശൻ്റെ റെസിപ്പി ഞാനിതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ സ്ക്രീനൊക്കെ ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ പാലപ്പവും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ കറിയും കൂടെ ഒന്ന് റെഡിയാക്കാം. ഇത്രയും ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലത്തെ ഒരു കുക്കറാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഞാനിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ, അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 മുറി തേങ്ങ ചിരകിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലപ്പത്തേക്ക് ഇങ്ങനെ ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള. ഇനി നമുക്ക് തേങ്ങ വറുത്തിട്ടൊക്കെ അരച്ചെടുത്തിട്ട് വെക്കുന്ന ആ രൂപത്തിലും വെക്കാം. പക്ഷെ അതിലേറെ ഒന്നും കൂടെ ടേസ്റ്റ് ഈ ഒരു കറിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതുപോലുള്ളൊരു ചട്ടി ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണയിലേക്ക് ഈ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കറിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലുള്ളൊരു ചിക്കൻ കറിയും ഈ പാലപ്പം ഒന്ന് റെഡിയാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല കോമ്പിനേഷനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.